ഇങ്ങനെ പറയുമ്പോ നമുക്ക് എന്തായാലും സഹിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോ ഞാൻ എന്താ പറയാ, അത്രയും ദേഷ്യം വന്നാൽ ചൊറിയാനാണെങ്കിൽ അവരുദ്ദേശം നമ്മളെ ചൊറിഞ്ഞ് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ്. അവരതിന്റെ എക്സ്ട്രീം നോക്കുന്ന. ഇത്രയും നാള് കുഞ്ഞിനെ നോക്കി വളർത്തിയ നമ്മളാണ്. പ്രസവിച്ചത് ഞാനാണെങ്കിൽ എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. അപ്പൊ ഇങ്ങനത്തെ ഊള കമന്റുകൾ ഞങ്ങള് പൊതുവെ റിയാക്ട് ചെയ്യുന്നതല്ല. വരുന്ന ചോദിക്കാം അമ്മേനോട്, വാ എന്ന് പറ. അമ്മ വാ പറ, വെള്ളത്തിൽ കളിക്കാൻ പറ. എടാ സന്തോഷായ സന്തു, എടാ സന്തോഷായ എനിക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാജേഷ് ആൻഡ് ചിന്നു. യാഷുമോൻ ഒരു കുഞ്ഞു സർപ്രൈസ് അല്ലേ. ഇത് യാഷുമോന് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളത്തിൽ. ഓന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഇത് നമ്മൾ ഈ വീടിന്റെ ബാക്കിൽ തന്നെയാണ് കടൽ. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് ഇത്രയായിട്ട് അവൻ ഈ ഒരു ടൈമിലാണ് നമ്മൾ കടലിലവിടെ കൊണ്ടുപോയതും വെള്ളത്തിൽ കളിക്കാനൊക്കെ വിട്ടതും. ഇതുവരെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് പോയതല്ലാണ്ട് അപ്പോഴേ ഞങ്ങൾ വിചാരിച്ചാണ് ആക്ച്വലി ഇവൻ എന്തായാലും ഒരു എന്താ പറയാ ഒരു പൂള് പോലത്തെ ഒരു സെറ്റപ്പ് ഇങ്ങനെ സെറ്റ്. അത് നമ്മൾ മറ്റേ ആ ട്യൂബിലെ സാധനം, ആ ട്യൂബിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഇതാക്കണം. അപ്പം അത് കാണുമ്പോഴുള്ള അവൻ്റെ റിയാക്ഷൻ അതാണ് നമുക്ക് വേണ്ടത്. അതെന്താണ് ഒരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അതിന് വേണ്ടിയുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയിട്ട് ആ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കാറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പം യാഷുമോനും അമ്മയും ഉള്ളിലുണ്ട്. അപ്പോൾ അവനെ ഞങ്ങൾ ജസ്റ്റ് കരയുന്നുണ്ടായിരുന്നു. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ എവിടെ പോകുന്നുണ്ടായിരുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അതിന് വേണ്ടിയുള്ള കുറച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ മുറ്റത്ത് തന്നെ ജസ്റ്റ് ആ ട്യൂബിൽ ഇതൊക്കെ നിറച്ചിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് അവനെ വിളിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു. അവൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അല്ലേ. അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ട്യൂബിൽ വെള്ളം കുറച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ട. അപ്പോൾ ചിന്ന അല്ല, സാധാരണ ചെറിയൊരു ട്യൂബ്. അപ്പോൾ നമ്മൾ ഈടെയാണ് അത് വെച്ചിട്ട് അതിൽ വെള്ളം നിറക്കാം. പൈപ്പ് അടുത്തുണ്ടല്ലോ, വെള്ളം നമുക്ക് നിറച്ച്. നമ്മളിവിടെ വേപ്പിൻ്റെ മാരുണ്ട് ഇവിടെ മുകളിൽ കണ്ട. അപ്പം അതിൻ്റെ ഇതാണ് മൊത്തം ഇവിടെ തന്നെ വേസ്റ്റ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. ഇത് പിള്ളേർക്ക് മാത്രമില്ലതാ. ഇതിപ്പോ യാഷുമോന് മാത്രമല്ല, ഇപ്പൊ തള്ളയും കൂടി അതിനകത്ത് ഇരിക്കാനുള്ള പ്ലാൻ ആയിരിക്കും അല്ലേ. അയ്യടാ ഗൈസ്, നമ്മളിത് ഓപ്പൺ ആക്കി. ഈ ഒരു ഇതുണ്ടാവും, ഇത്രയും ഉണ്ടാവും. ഇരിക്കണ്ട അങ്ങനെ മുതുക്കിന്റെ ഒരു ആഗ്രഹങ്ങളെ. അതെ, അടുത്ത ചിങ്ങത്തില് 42 വലിയ വയസ്സൊന്നും ആയിട്ടില്ല. അയ്യോ പൊട്ടിച്ച് രാജേട്ട പൊട്ടിച്ച്. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല ഈ സാധനത്തിന്. നിങ്ങളെ മസിൽ പിടുത്തല്ല ഇതിനോട് കാണിച്ച. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു ലാട്ട് ഇതായിരിക്കുന്നു. ബെൻഡായി കാറ്റ് പോവൂലേ. വലിയ കാര്യത്തിന് ഷോയിലിറക്കിട്ട് ലാസ്റ്റ് കാറ്റ് അറിയുന്നുണ്ടോ? ഉണ്ടല്ലേ. ആ അതെ, ഈ സൈഡ് വീർക്കുന്നുണ്ട്. അല്ല അത് ശരിയാക്കില്ല ചേട്ടാ, കറക്റ്റ് വെക്ക്. കുറച്ച് പണിയുണ്ട് കേട്ടോ ഇത് ഇടാൻ വേണ്ടിട്ട്. നല്ല നല്ല ഭയങ്കര ബലൂണിൽ കാറ്റിടുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. അപ്പോൾ ഓക്കെ, ഞാൻ പിടിച്ച് ശരിയാക്കിട്ടോന്ന് അറിയില്ല. ഇത് എത്ര ലെയർ ഉണ്ട് കാറ്റിടാൻ? അയ്യോ ഇത് ടൈം എടുക്കുമല്ലോ. അയ്യോ ഇത് കുറച്ച് മെനക്കേടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ചേട്ടാ? ഇതില്ലേ 1 2 3 ഇതിനകത്തും കൂടി ഉണ്ടെന്ന് തോന്നുന്നു കാറ്റ് നിറക്കാൻ. ഇതിലും ഉണ്ട് കാറ്റ് നിറക്കാൻ. ഇത് കുറച്ച് ടൈം എടുക്കും ഗൈസ്, പെട്ടെന്ന് പെട്ടെന്നാവും. ഗൈസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞല്ലേ എല്ലാ ദിവസവും ഇങ്ങനെ വിചാരിക്കും വ്ളോഗൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര പവറായി ആക്റ്റീവായിട്ടൊക്കെ വരണമെന്ന്. എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും തിരക്ക് വരും, പിന്നെ അത് എടുക്കാൻ പറ്റാറില്ല. അങ്ങനെ കുറച്ച് ഇത് വരാറുണ്ട്. ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ, വ്ളോഗൊന്നും എടുക്കാണ്ട് അല്ല, ഭയങ്കര ഒരു മടി. പക്ഷെ ഇനി അങ്ങോട്ട് പവർ ആവണം, സെറ്റ് ആവണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. വിചാരിക്കുന്നത് മാത്രമല്ല, അതിന് സെറ്റ് ആക്കും നമ്മൾ. ഞാൻ കുറേ മുന്നേ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കുറച്ച് ആൾക്കാർ അങ്ങനെയല്ല, നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നതൊന്നും മൈൻഡാക്കാൻ പാടില്ല ശരിക്കും.
എന്നാലും ചില കമന്റ്സ് കാണുമ്പോൾ നമുക്കിങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റൂല അല്ലേ ചേട്ടാ. ചൊറിയന്മാർന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പൊതുവെ നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ വരാം. രാജേട്ടൻ എൻ്റെ അടുത്ത് പറയും, ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ രാജേട്ടൻ്റെ അടുത്ത് പറയും ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെ ഞാൻ വലിയ മൈൻഡ് ചെയ്യാറില്ല. കുഞ്ഞിനെ പറയുമ്പോൾ നമുക്ക് എന്തായാലും സഹിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഞാൻ എന്താ പറയുക, അത്രയും ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും, പേഴ്സണൽ DM എന്തെങ്കിലും പോയിട്ട് നല്ല വാങ്ങി പറയും, ഞാൻ ബ്ലോക്ക് ചെയ്യും. നമ്മളെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം തീരുമല്ലോ നമുക്ക്. അല്ല ഞാൻ മൈൻഡ് ചെയ്യാണ്. ഇവന്മാർ എത്ര പറഞ്ഞാലും നിർത്താം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അങ്ങനെ വരുന്ന ആൾക്കാർ ഇപ്പോൾ ചൊറിയാനാണെങ്കിൽ അവരുദ്ദേശം നമ്മളെ ചൊറിഞ്ഞ് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരതിൻ്റെ എക്സ്ട്രീം നോക്കും. നമ്മളതിന് നിന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ഉള്ള സമയം വേസ്റ്റ് ആണ്. നമ്മുടെ മൈൻഡ് എന്താ പറയുക, കമന്റ്സ് പോലും നോക്കില്ല ഇപ്പോൾ. കാരണം നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും എന്തോ ഒരു ഭയങ്കര ഇതുപോലെയാണ്. അപ്പോൾ ഇതിൻ്റെ അടുക്ക് ഞാനിട്ടൊരു വീഡിയോസിൽ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഞാൻ വീഡിയോ പൊതുവേ ഇടുന്നത് ഭയങ്കര കുറവാണ് ഇപ്പോൾ. പക്ഷേ ഇതിൻ്റെ അടുക്ക് ഞാനൊരു ഡാൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു, അല്ലേ ചേട്ടാ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് കുഞ്ഞിനെ പറഞ്ഞിട്ട് ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഇട്ടതിൽ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല, വീഡിയോ ചെയ്തിട്ട് കുട്ടിയില്ല. ഈ പറയുന്നവർക്ക് എന്തെങ്കിലും കാര്യം അറിയോ, നമ്മളെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്, നമ്മളെങ്ങനെയാ ജീവിക്കുന്നത്, അവർക്ക് അറിയില്ലല്ലോ ഒന്നും. അറിയാണ്ട് ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ അവരെന്നെ വിലയിരുത്തിയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കുന്നത്, നമ്മളതാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റിംഗിലാണ് വന്നത്. അപ്പം നമ്മൾ വീഡിയോ എടുക്കും. നമ്മളിപ്പോ വീഡിയോ എടുക്കാനുള്ള മോന് മെലിഞ്ഞു പോയി, എങ്ങനെ ഇരുന്ന കുട്ടിയാ ഇപ്പൊ കോലം നോക്കാത്തോണ്ടാ മെലിഞ്ഞെന്നാ പറയുന്നത്. പക്ഷെ വീട്ടിലെ അമ്മമാർക്കൊക്കെ മനസ്സിലാവും. കുട്ടികളാകുമ്പോൾ ഓരോ ടൈമിൽ ഓരോ രീതിയിലായിരിക്കും. എല്ലാ സമയത്തും ഇപ്പോൾ ചെറുപ്പത്തിലുണ്ടായ പോലെ ആണെന്നില്ല. ഞാൻ ചെറുപ്പത്തിൽ അത്യാവശ്യം തടിയൊക്കെ ഉണ്ടായ ആളാണ് എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ അതേപോലെ ആവണമെന്നുണ്ടോ? ഓരോ ടൈം എത്തുമ്പോഴും നമ്മളെ ശരീരപ്രകൃതം മാറിക്കൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മൾ നോക്കാത്തോണ്ടാണ്, ഫുഡ് കഴിക്കാത്തോണ്ടാന്ന് പറയുന്നതിൽ എന്ത് കാര്യമില്ലതല്ലേ ചേട്ടാ? അതിനെ പറയും നമ്മൾ വിവരമില്ലായ്മ എന്ന് പറയും. കുട്ടികളാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, എഴുതി നടക്കുന്ന പ്രായം അതിന് മുമ്പേ ആണെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം അവരിപ്പോൾ ഫുഡ് കഴിക്കുന്ന ഭയങ്കര കുറവാണ്, തടി ഉണ്ടാവും. പിന്നെ അവർ കളിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ മെലിയും, ഓട്ടോമാറ്റിക്കലി മെലിയും. പിന്നെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഫുഡ് കഴിക്കുന്നത് ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മൾ എത്ര നിർബന്ധിച്ചാലും അവന്റെ പിന്നാലെ ഓടിക്കൊടുത്താലും അത് നമുക്ക് മാത്രമേ അറിയൂ അത്രയും ഇതാക്കിയിട്ടാണ് നമ്മള് ഫുഡ് കൊടുക്കുന്നതില്ലെന്ന്. അത് ഈ ഇങ്ങനെ ഇരുന്ന് ചൊറിയന്മാർക്ക് പറയുമ്പോൾ അവർക്ക് പറയുന്നവർക്ക് എന്തും പറയാലോ. അപ്പൊ നമ്മള് കാര്യമാക്കിയിട്ടൊന്നും എടുക്കുന്നില്ല. എന്നാൽ പോലും ചില സമയത്ത് പ്രതികരിക്കണം തോന്നും ചില കമന്റ്സ് കാണുമ്പോൾ. ഇത്രയും നാള് കുഞ്ഞിനെ നോക്കി വളർത്തിയ നമ്മളാണ്. പ്രസവിച്ചത് ഞാനാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ ഊള കമൻറ്റുകൾ ഞങ്ങൾ പൊതുവെ റിയാക്ട് ചെയ്യുന്നതല്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു പോകുന്നതാണ്. നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ യാശുട്ടന് കുറച്ചുകൂടെ വേണം തോന്നുന്നല്ലോ അല്ലേ, എന്തോ ഒരു സംതിങ്. ഒന്ന് കാണിച്ചു തരാട്ടോ. സ്കൂളിലെ പിള്ളേര് ഇതാ, സ്കൂൾ എപ്പോഴും ഈ ബസ്സിലെ പിള്ളേര് ഇതാ നമ്മളെ വിളിച്ചിട്ട് ആറ്റ പറയും. ഇല്ലെങ്കിൽ നമ്മളെ വിളിക്കുക, രാജേഷ് ചിന്നു എന്ന് വിളിക്കും. ഇപ്പോൾ യാശുട്ടൻ വന്നതിന് ശേഷം യാശുട്ടനെയാണ് വിളിക്കുന്നത്. ഇതാ യാശുട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, വേദ ചേച്ചി. അച്ഛന് കടയിൽ പോകാൻ വേണ്ടി ടൈമായി. അപ്പോൾ രാജേട്ടൻ വാതിൽ തുറക്കണ്ടെന്നിങ്ങനെ തുളുവിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലേക്ക് നടക്കാൻ വേണ്ടിട്ട് വെള്ളം എടുക്കാന്ന് പോവാണ്. ഒഴിക്ക് ഇതിനായിരിക്കും അവൻ കണ്ടു തോന്നുന്നു. അച്ഛൻ നൈസായിട്ടൊന്ന് വാതിൽ തുറക്കാൻ നോക്കി, അപ്പൊ അവൻ കണ്ടു എന്നാണ്. നിങ്ങൾ അത് ഒഴിക്കുന്ന സമയത്ത് ആ ഇത് വെക്കായിരുന്നില്ലാടാ, പാനി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അറിയത്തില്ലേ? വേണ്ട, ബുദ്ധി വേണം, ബുദ്ധി വേണ്ട. അത്ര നിറഞ്ഞില്ല ആ സമയം കൊണ്ട്. എപ്പടി ഇருக்கு? രണ്ടാളുണ്ടെങ്കിൽ രസമല്ലേ? ആ ഐഷും കൂടെ വേണമായിരുന്നു. അപ്പൊ നമ്മുടെ യാഷുമോന്റെ പൂള് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മള് യാഷുമോനെ വിളിക്കാം. നമുക്ക് യാഷുമോന്റെ റിയാക്ഷൻ എങ്ങനെ നോക്കാം അല്ലേ? ടാറ്റാ ബസ് പോയി. അപ്പോൾ നമുക്ക് യാഷിനെ വിളിക്കാം.
നമ്മൾ യാശുവിനെ വിളിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ എന്താ ഇതിലൊക്കെ എന്താ വലിയ കാര്യം അങ്ങനെ ഒന്നും ചോദിക്കരുത് കേട്ടോ. ഇത് നമ്മുടെ ഒരു കുറച്ച് എന്താ പറയണ്ടേ കൊച്ചു സന്തോഷം. അവൻ്റെ ലൈക്ക് അവനിത് വെള്ളത്തിൻ്റെ കുറച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആവുന്നുള്ളതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തതാണ്. പിന്നെ അവൻ്റെ റിയാക്ഷൻ കാണാനുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഇനി നേരത്തെ വിളിക്കാൻ പോയാണ് കാര്യമായിട്ട്. അപ്പോഴത്തേക്ക് അവൻ അവിടെ മൂത്ര കഴിച്ചിട്ട് ഷെഡ് ചെയ്തിട്ടാണ് നിൽക്കുമായിരുന്നു. ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ നമുക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ യാഷുമോൻ വരുന്നുണ്ട്. യാഷുമോൻ്റെ റിയാക്ഷൻ നോക്കണം. ആയിന്നാ എന്ത് 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 യാഷു കണ്ട് എന്റത് എന്റത് എന്ത് അത് കേറി ആരും പറഞ്ഞു കൊടുക്കണ്ട മതി. വെള്ളത്തിൽ കളിക്കുന്ന കുഞ്ഞി ടോമി എടാ സന്തോഷായ സന്തു എടാ സന്തോഷായ എനിക്ക് ചിരിയാവന്റെ ഗൈസ്. അപ്പം എന്തേ ഒരുത്തനവിടെ ഭയങ്കര ഇറങ്ങുന്നില്ല അതിനകത്തുനിന്ന്. എന്ത് എന്ത് അതാ എന്റെ അച്ഛൻ്റെ കുഞ്ഞി വെള്ളം ഡാൻസാ. ഹായ് പറ എല്ലാവരോടും. ഹായ് പറ. സേ ഹായ് യശു. ഹായ് പറ. ഉമ്മി എന്നെ ഉമ്മിയിടാത്ത താമസം ഉണ്ട്. മീനിടണം അതിൽ. അപ്പോൾ എന്തേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ചെക്കൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും എന്താ പറയണ്ടേ ഭയങ്കര ഹാപ്പിയാണ്. വെള്ളം കണ്ടാൽ അവനങ്ങനെയാണ്, നമുക്ക് അതറിയാം. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചത്. യശുമോൻ ഇനി അതാണ്, ഇനി ആ ഒരു പേടി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇതേ നോക്കുന്നു ഇവിടെ. കുറച്ച് നേരം വെള്ളത്തിൽ എനക്കെന്നെ തോന്നുന്നുണ്ട് അതിനകത്ത് കുറച്ച് നേരം ഇരിക്കാന്ന്. സത്യം പറഞ്ഞാൽ അത്രയും ചൂടാണിപ്പം. ഉമ്മയുണ്ടാ? ഇനി അമ്മയും വരുന്നില്ല യാഷിന്റെ ഒപ്പം അതിലിരിക്കാൻ. അമ്മേനെ കൂട്ടുന്ന പൊട്ടൂല. വരുന്ന ചോദിക്കാം അമ്മേനോട്. വാ പറ. അമ്മ വാ പറ. വെള്ളത്തിൽ കളിക്കാ പറ. വെള്ളം കളിക്കാ പറ അമ്മേനോട്. കളിച്ചോ വാ. ഞങ്ങളൊന്നും ചണ്ടിയാക്കുന്നതിന് ചോമിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ കുറച്ചധികം സമയമായി ഇതിനകത്ത് വനക്കെ എടുത്തിട്ട്. ഇപ്പം വരുമോ ഇല്ലെന്ന് നോക്കാം. വാ പോ നീ പോ. കാശ് വരുന്നില്ല പറ. നോ അങ്ങനെ വെള്ളത്തിൽ കളിക്കണ്ട. പിന്നെ പപ്പി ഇരിക്കട്ടാ കുഞ്ഞേ. അമ്മ വേണ്ട പോ അമ്മേ. വേടാ കള്ള പറ്റിക്കുന്നതാണ്. എന്റെ എണി വാ. വേണ്ടേ വേണം വേണം വേണം. പേടിപ്പിക്കുന്നേ. മതി 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 മതി.
മതി 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 എന്ത് ബലം ബലം ടിഷ്യൂ 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 കയ്യിൽ കെടുക്ക് നീന്ത് നീന്ത് പറഞ്ഞതാ ഇങ്ങനെ നീന്തിയ നീന്തിയ കാൽമുട്ട് കാലുമുട്ട് കാലുമുട്ട് മുട്ട് മുട്ടിടാ ആ ആ നീന്ത് നീന്ത് ആ നീന്ത് ഹൈ ഹൈ പിച്ചോ നീന്തടാ തുള്ളാണ് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പാ ആ ബാ മതി ബാ ഇറങ്ങുന്നാ ആ ഇറങ്ങി 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 ആ ഓക്കെ ആ ഇറങ്ങി യേശു ഇറങ്ങി ആ നോക്കാം അതാ കേറി ഇനി അത് അതാക്കണേ ഇനി ഇറങ്ങി കയറി ഇറങ്ങി കയറി ആക്കുവാൻ വേണ്ട 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 മണ്ണാവും 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 വെള്ളം വെള്ളം ഫുള്ള് കാലിക്കും ചേറ് വെള്ളാവും ഈ ചിച്ചു വെള്ളാവും ഇറങ്ങണ്ടേ ഇനി ഓക്കെ എന്നാളാ അങ്ങനെ വെള്ളം നമ്മൾ എടുക്കാണ് ലാശേട്ടാ ചെടിക്കൊഴിക്കുന്നു അങ്ങനെയെങ്കിലും വെള്ളം ഒഴിക്കില്ല ലാശേട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റ ബൈ ബൈ.